സോ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വിടാം. കം ഓൺ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് ആദ്യമായിട്ടൊരു കുപ്പി എടുക്കുക. എന്നിട്ട് ആ കുപ്പിയിലേക്ക് പകുതിയോളം വെള്ളം നിറച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ കുപ്പി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില്ലുകുപ്പി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ചെയ്യുന്ന ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഒരു എക്സോതെർമിക് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്ലാസ്റ്റിക് കുപ്പി എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ പ്ലാസ്റ്റിക് ഉരുകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ചില്ലുകുപ്പി എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ബലൂണാണ്. എന്നിട്ട് ആ ബലൂണിൻ്റെ ഉള്ളിലേക്ക് കടയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഡ്രെയിൻ ക്ലീനർ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കുറച്ച് കല്ലുകളാണ്. ഈ കല്ല് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ നമുക്ക് ഇതുപോലത്തെ ഒരു അലൂമിനിയം ഫോയിൽ എടുത്തിട്ട് അതിനൊരു ചെറിയ പീസ് കീറെടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ കല്ല് അതിൻ്റെ ഉള്ളിൽ വെച്ച് പൊതിഞ്ഞെടുക്കുക. ഈ കല്ല് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് പൊതിയണതിൻ്റെ ആകെയുള്ള ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുപ്പിയുടെ ഉള്ളിൽ ഈ അലൂമിനിയം ഫോയിൽ മുങ്ങിക്കിടക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കല്ല് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കുപ്പി എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കല്ലിൽ പൊതിഞ്ഞ് വെച്ച അലൂമിനിയം ഫോയിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ അലൂമിനിയം ഫോയിൽ മുങ്ങി പോകുന്നത്. നിങ്ങൾക്ക് അലൂമിനിയം ഫോയിൽ തന്നെ എടുക്കണമെന്നില്ല, അലൂമിനിയത്തിന്റെ എന്ത് വേണമെങ്കിലും എടുത്താലും കുഴപ്പമില്ല. ഇനി നമ്മൾ നേരത്തെ ഡ്രെയിൻ ക്ലീനർ നിറച്ച് വെച്ച ആ ബലൂൺ എടുക്കുക. എന്നിട്ട് അത് കുപ്പിയുടെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പൊക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡ്രെയിൻ ക്ലീനർ കുപ്പിയുടെ അകത്തോട്ട് വീഴുന്നതായിട്ട് കാണാൻ പറ്റും. ആ വീഴുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ റിയാക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഇതിൽ കൂടെ ഇപ്പോൾ പ്രൊഡ്യൂസ് ആവുന്നത്. ഈ ഹൈഡ്രജൻ കാരണമാണ് നമ്മുടെ ബലൂൺ വീർത്ത് വരുന്നത്. ഇതിപ്പോൾ ഞാൻ ടൈം ലാപ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പതുക്കെയാണ് ഇത് ബലൂൺ വീർത്ത് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ബലൂൺ വീർത്ത് വന്നതിന് ശേഷം നമുക്ക് ആ ബലൂണിന്റെ അറ്റത്ത് വല്ല സ്ട്രിങ്ങോ ടോയിനോ എന്തെങ്കിലും ഇട്ട് കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൈഡ്രജൻ ബലൂൺ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ട അടിപൊളിയായിട്ട് പറക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ.